നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: രക്ഷാദിവസത്തിൽ പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തല്ലോ. അടുത്ത ഭാഗം: ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അപ്പോൾ പൗലോസ് പറയുകയാണ്, കൃപ വ്യർത്ഥമാക്കി കളയരുത്. ആ കൃപയ്ക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ കൃപ ഒരു സീസണലാണ്. ദൈവത്തിൻ്റെ കൃപ ഒരു സീസണലാണ്. കൃപ തീരും, കൃപയുടെ വാതിൽ അടയും, കൃപയുടെ യുഗം കഴിയും. പിന്നെ ഘോരമായ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും വേരും കൊമ്പും ശേഷിക്കാതെ എരിയുന്ന ദിവസം. അന്ന് ഒരു കൃപയും ലോകത്ത് കിട്ടുകയില്ല. ദൈവം ആരോടും കൃപ കാണിക്കുകയില്ല. നോഹ എന്ന മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. പക്ഷേ കൃപ ലഭിച്ച നോഹ പെട്ടകത്തിനകത്തു കയറി വാതിലടഞ്ഞു കഴിഞ്ഞപ്പോൾ ലോകത്തോട് ദൈവത്തിൻ്റെ കൃപ എടുത്തു കളഞ്ഞു ദൈവം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, കൃപ ഒരു സീസണലാണ്. കൃപയ്ക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നീ ആ എക്സ്പയറി ഡേറ്റിന് മുൻപ്, നീ ആ ലാസ്റ്റ് ഡേറ്റിന് മുൻപ് നീ എന്ത് ചെയ്തു കൊള്ളണം? അതിനകത്ത് ചെയ്യണം. ഞാൻ പറയട്ടെ, നിന്റെ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. നിന്റെ നിയോഗം നിവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. ആ സമയത്തിനകത്ത് നീ ചെയ്തില്ലെങ്കിൽ, ആ സമയത്തിനകത്ത് നീ പൂർത്തീകരിച്ചില്ലെങ്കിൽ, നോ 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 നോ. അവിടെ പൗലോസ് പറയുകയാണ്, നിനക്ക് സ്നാനപ്പെടുവാൻ ഒരു സമയമുണ്ട്, നിനക്ക് മാനസാന്തരപ്പെടുവാൻ ഒരു സമയമുണ്ട്, നിനക്ക് മദ്യപാനം നിർത്താൻ ഒരു സമയമുണ്ട്, നിനക്ക് മടങ്ങി വരാൻ ഒരു സമയമുണ്ട്. ആ സമയത്തിനകത്ത് നീ പ്രവർത്തിച്ചില്ലെങ്കിൽ നിൻ കൃപ വ്യർത്ഥമാക്കുകയാണ്. നീ സമയത്തിന് പ്രവർത്തിക്കണം. ഏശാവ് കരയാഞ്ഞിട്ടാണോ അവൻ അനുഗ്രഹം കിട്ടാഞ്ഞത്? ഏശാവ് വാവിട്ട് നിലവിളിച്ചു, അപ്പാ അപ്പാ എന്നുറക്കെ കരഞ്ഞു. പക്ഷെ അവൻ അനുഗ്രഹം കിട്ടിയില്ല. എന്താ കാരണമെന്നറിയാമോ? He was too late. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, അമ്മേ, നീ സ്നാനപ്പെടുവാൻ താമസിക്കരുത്. നീ മാനസാന്തരപ്പെടുവാൻ താമസിക്കരുത്. നീ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാൻ താമസിക്കരുത്. നീ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ താമസിക്കരുത്. നീ ദൗത്യങ്ങളെ ഏറ്റെടുക്കുവാൻ താമസിക്കരുത്. നിന്റെ സൗകര്യത്തിന് കടികാരം നിൽക്കത്തില്ല. പകരമോ നീ കടികാരത്തിന് മുമ്പേ, ആഹാബിന്റെ രഥങ്ങൾക്ക് മുൻപേ നീ ചലിക്ക. എന്നിട്ട് പൗലോസ് അവിടെ പ്രധാനമായി പറയുന്ന ഭാഗം ഇതാണ്: നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. ഞാൻ വിഷയത്തിലേക്ക് കയറുകയാണ്. പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ. ഇന്ന് രാവിലെയും വൈകിട്ടും ഞാൻ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഭാഗമാണ്: കൊരിന്ത്യർക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ. കൊരിന്ത്യ ലേഖനം നാം പഠിക്കുമ്പോൾ, കൊരിന്ത്യൻ്റെ പശ്ചാത്തലം ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയാം. അത് പറയേണ്ട ആവശ്യമായ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ സവിശേഷമായ 10 കൃപകളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. കൊരിന്ത്യർക്ക് ലഭിച്ചതായ 10 പ്രധാനപ്പെട്ട കൃപകളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം ലേഖനം നാം പഠിക്കുമ്പോൾ 1-ാം ലേഖനത്തിൽ 4 വിധ കൃപകളെയും 2-ാം ലേഖനത്തിൽ 6 വിധ കൃപകളെയും പൗലോസ് പറയുകയാണ്. ഞാനതിനെ അനുക്രമമായി പറഞ്ഞു വരാം. 1-ാം ലേഖനം 1-ാം അധ്യായം തുടങ്ങി 2-ാം ലേഖനത്തിൻ്റെ ഓരോ അധ്യായങ്ങളിൽ കൂടെ തന്നെ സഞ്ചരിച്ച് ഞാൻ ഈ കൃപയെ നിങ്ങളെ ശ്രദ്ധിപ്പിക്കാം. ഒന്നാമതായി പൗലോസ് പറയുന്ന കൃപ എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെയാണ്. ഏറ്റവും ഒടുവിലായി പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ കൃപയെക്കുറിച്ച് പറയുന്നു. 1-ാം ലേഖനം 1-ാം അധ്യായം തുടങ്ങി 2-ാം ലേഖനം 12-ാം അധ്യായം വരെ പൗലോസ് 10 കൃപകളെ കുറിച്ച് പറയുന്നു. അതിൽ ഒന്നാമത്തെ കൃപയെക്കുറിച്ച് 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലാണ് പൗലോസ് പറയുന്നത്. 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്:
നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട ദൈവ കൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കുഞ്ഞിന് കിട്ടിയ മാർക്കിന് സ്തോത്രം, എൻ്റെ കുഞ്ഞിന് കിട്ടിയ അഡ്മിഷന് സ്തോത്രം, എൻ്റെ കുഞ്ഞിന് കിട്ടിയ വീടിന് സ്തോത്രം, എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഭർത്താവിന് സ്തോത്രം, എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഭാര്യയ്ക്ക് സ്തോത്രം, എൻ്റെ കുഞ്ഞിന് കിട്ടിയ കൊച്ചുമകന് സ്തോത്രം, ഇതൊക്കെ പറയും. പക്ഷെ എൻ്റെ മകന് കിട്ടിയ ദൈവകൃപയ്ക്ക് സ്തോത്രം എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ ഏതെങ്കിലും നന്മകളെക്കാട്ടിൽ എല്ലാറ്റിലും ഉപരി നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച ദൈവ കൃപയെ കണ്ടിട്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ രണ്ടാം മിഷനറി യാത്രയിൽ AD 51 കൊരിന്തിൽ സഭ സ്ഥാപിക്കപ്പെടുന്നത്. AD 56 എഫെസോസിൽ ഇരിക്കുമ്പോഴാണ് പൗലോസ് കൊരിന്തിൽ ഉള്ള ദൈവസഭയ്ക്ക് ലേഖനം എഴുതുന്നത്. 5 വർഷം കൊണ്ട് ഈ സഭയ്ക്ക് എന്ത് ലഭിച്ചുവെന്ന് ചോദിച്ചാൽ പൗലോസ് പറയാ, ഈ 5 വർഷം കൊണ്ട് അവർക്ക് വലിയ കൃപ ലഭിച്ചോ. ആ കൃപ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന ദൈവജനമേ, 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷമായി ദൈവസഭയിൽ വന്നിട്ട് സ്നാനപ്പെട്ടിട്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ഹൗ മച്ച് ഗ്രേസ് യു ഹാവ് അറ്റൈൻഡ്. നീ വർഷങ്ങൾ കൊണ്ട് എത്രമാത്രം കൃപ പ്രാപിച്ചോ. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ചോദിക്കുക, ഈ ഇവിടെ പൗലോസ് പറയുന്ന കൃപ എന്താകുന്നുവെന്ന്. 4 വാക്യം തുടങ്ങി നമ്മൾ 9 വാക്യം വരെ വായിക്കുമ്പോൾ സ്തോത്ര ഈ സഭയ്ക്ക് ലഭിച്ച ഒന്നാമത്തെ കൃപയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ 5 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഈ ദൈവകൃപയുടെ ഒന്നാമത്തെ ഭാഗമാണ് പറയുന്നത്. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാകുന്നു, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. കൃപയുടെ ഒന്നാമത്തെ പ്രത്യേകത, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. ഞാനത് വിശദീകരിക്കാം. രണ്ടാമത്തെ പ്രത്യേകത, സ്തോത്ര, നിങ്ങൾ സകലത്തിലും വിശേഷാൽ വചനത്തിൽ, സ്തോത്ര, നിങ്ങൾ വചനത്തിൽ സമ്പന്നരായി തീർന്നോ. 3, നിങ്ങൾ പരിജ്ഞാനത്തിൽ സമ്പന്നരായി തീർന്നോ. 4, 7-ാം വാക്യ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കുക. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്ത. 4 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും ദൈവത്തിൻ്റെ നിലനിർത്തുവാനുള്ള ശക്തിയെയും വിളിച്ചു പറയുമ്പോൾ പൗലോസ് കൃപയുടെ ചില മർമ്മങ്ങളെ അവിടെ പറയുകയാണ്. ഒന്നാമതായി പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് നൽകിയ കൃപ മുഖാന്തര ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. എന്താണ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യ? ക്രിസ്തുവിൻ്റെ സാക്ഷ്യം എന്നുള്ളത് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ക്രിസ്തുവിനെ കുറിച്ച് അവർ അന്ന് സാക്ഷിക്കുന്നത് അവൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽറ്റു എന്നുള്ളതാണ്. അതാണ് എവിടെ അവർ പ്രതിവാദത്തിൽ അകപ്പെട്ടാലും അവർ ആദ്യം പറയുക, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവനുമായ യേശു ക്രിസ്തു. അപ്പൊ യേശുവിന്റെ സാക്ഷ്യം എന്താകുന്നോ? മരണത്തെ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് കൊരിന്തിലുള്ള ദൈവസഭയുടെ അടുക്കൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളെ നോക്കിയാൽ കാണാം എന്ന് പറഞ്ഞാൽ മരണത്തെ കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി നിങ്ങളിൽ കാണാം. അതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ദൈവകൃപ. ഒരു മനുഷ്യന് ലഭിക്കുന്ന ദൈവകൃപയുടെ ഒന്നാമത്തെ ഭാഗം മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫ്. അവന്റെ ശരീരത്തിൽ നോക്കിയാൽ, അവന്റെ ജീവിതത്തിൽ നോക്കിയാൽ, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയെ തുറന്ന് കല്ലറകളുടെ വാതിൽക്കലെ കല്ലിനെ ഉരുട്ടി മാറ്റി റോമ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ച് കാവൽ നിന്ന പടയാളികളെ മയക്കി കിടത്തി, സ്തോത്ര, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയാൽ അടിമയായിരുന്നവനെ വിടുവിച്ച പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം. അപ്പൊ കൃപ ലഭിച്ചവനെ കണ്ട അവൻ പുനരുദ്ധാനത്തിന്റെ ശക്തി വഹിക്കുന്നവനാണെന്ന് പറയോ. അവൻ ഒരു ഡെഡ് സ്പിരിറ്റ് അല്ല, അവൻ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ കൂടെ വെളിപ്പെടും എന്ന് പറഞ്ഞ നിന്നെ കണ്ട ഒരുത്തൻ പറയാ അവന്റെ ദൈവം ജീവിക്കുന്നു. നിന്റെ പ്രശ്നങ്ങൾ കണ്ട മനുഷ്യൻ പറയാ അവന്റെ ദൈവം ജീവിക്കുന്നു. നീ തീയിൽ നിന്ന് പുറത്തു വരുമ്പം പറയാ അവന്റെ യേശു ജീവിക്കുന്നു.
നീ വെള്ളത്തിന്മീതെ നടക്കുന്നത് കാണുമ്പോ പറയാ, നിന്റെ യേശു ജീവിക്കുന്നു. ഇന്ന് പകൽ ദൈവം നിനക്ക് നൽകുന്ന കൃപ നീ മരിക്കുന്നതല്ല, മരണത്തെ കീഴ്പ്പെടുത്തുന്ന ഉയർപ്പിന്റെ ശക്തി അത്രേ. കൃപ ലഭിച്ചവൻ മരിച്ചു ജീവിക്കുന്നവനല്ല, കൃപ ലഭിച്ചവൻ ഉയർത്തു ജീവിക്കുന്നവനാ. ഒരു മനുഷ്യ സ്നാനപ്പെട്ടാൽ അവൻ എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ അവനോടുകൂടെ സ്നാനമേറ്റ് കുഴിച്ചിടപ്പെട്ടോ. അതിനനന്തരം എന്താണ്? പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റോ. റോമാലേഖനം 6-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റോ. ഒരുവൻ ക്രിസ്ത്യാനി ആയാൽ അവനിൽ പ്രകടമായി നിൽക്കുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തിയായിരിക്കും. അമേ, ഇന്ന് പകൽക്കാല കൃപ വ്യാപരിക്കുന്നിടത്ത് ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുക. കൃപ വ്യാപരിക്കുന്നിടത്ത് ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കും. ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഒരല്പം വേഗതയിൽ ഓരോരോ ഭാഗങ്ങളെ പറഞ്ഞു പോകട്ടെ. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ ഒത്തിരി സ്ട്രെസ് ചെയ്യുന്ന ചില പോയിന്റുകളിൽ മാത്രം കയറി പിടിക്കുക. സ്തോത്ര. ഒന്ന്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുക. എന്നിട്ട് അടുത്ത 5-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും നിങ്ങൾ എന്തായി തീർന്നോ? സമ്പന്നരായി തീർന്നോ. നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും നിങ്ങൾ സമ്പന്നരായി തീർന്നോ. ആമേൻ. extravagantly rich in the word of God. ദൈവത്തിന്റെ വചനത്തിൽ ധാരാളമായി സമ്പന്നനാകുക. സ്തോത്രം. വചനത്തിന് 3 തലമുണ്ട്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, അന്ന് ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്നു, ക്ഷാമമായിരുന്നു. എന്നാൽ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കും. അപ്പോൾ ആവശ്യത്തിന് വചനമുണ്ട്. പക്ഷെ കൊരിന്തിലേക്ക് സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാണ്, വചനം ദുർലഭമായിരിക്കുകയല്ല, ആവശ്യത്തിനും വചനവുമല്ല, പകരം എന്താണ്? വചനത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകണം. ആമേ. എൻ്റെ സഹോദരങ്ങളെ, വചനം ദുർലഭമായാൽ നിങ്ങൾക്ക് എന്തായിരിക്കും പ്രത്യേകത എന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയില്ല, വചനത്തെക്കുറിച്ച് അറിവില്ലായിരിക്കും. പക്ഷേ വചനം അത്യാവശ്യത്തിനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ധാരാളമായി ഒരു സാധനം കിട്ടിയാൽ നിങ്ങൾ എന്തോ ചെയ്യുക? നിങ്ങളുടെ വീട്ടിലൊരു മാവുണ്ട്. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. നിങ്ങളുടെ വീട്ടിൽ ഒരു മാവ് പോലും ഇല്ല, ഒരു മാങ്ങ പോലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്ക് താഴെ കിടക്കുന്ന മാങ്ങ കൂടെ ആരും കാണാതെ എടുത്ത് തൂത്തുവാരി നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി തിന്നും. അല്ലെങ്കിൽ അപ്പുറത്തോൻ്റെ മാവെ നോക്കി നിങ്ങൾ കൊതിയൂറും. സ്തോത്ര. ഇല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു മാവുണ്ട്, അതിൽ 4 മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുക? നിങ്ങളത് പറിച്ച് സൂക്ഷിച്ചു വെച്ച് നിങ്ങൾ വലിയ സന്തോഷത്തോടെ അത് ഭക്ഷിക്കുക. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ 3 മാവുണ്ട്, ഈ മാവ് മുഴുവനും കൂടെ പൂത്തു കൊലച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്നറിയാമോ? അയൽവക്കക്കാരെ എല്ലാം വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്കിത് പറിക്കാൻ വയ്യ, നിങ്ങൾ ആരേലും ഒക്കെ വന്ന് എന്തോ ചെയ്യണം, ഇത് മുഴുവനും ഒന്ന് കൊണ്ടുപോകാൻ പറയുക. അതാണ് സമ്പന്നത വന്നാൽ. സമ്പന്നത വന്നാൽ ഒരു മനുഷ്യൻ എന്തോ ചെയ്യുമെന്നറിയാമോ? അവൻ അനുഭവിക്കുകയല്ല, അവൻ ഇങ്ങനെ കൊടുക്കാൻ വെമ്പല. അവൻ ആരെയെങ്കിലും ഒക്കെ വിളിച്ച് വചനം കൊടുക്കാൻ വെമ്പല. അവന് പ്രസംഗിക്കാൻ കൊതി കാണോ, അവൻ ആരോടേലും ഒക്കെ സുവിശേഷം പറയാൻ കൊതി കാണോ, അവൻ ആരെ കണ്ടാലും വായിന്ന് ദൂത് വരിക, അവൻ ആരെ കണ്ടാലും ഒരു വെളിപ്പാട് പറയാ, അവൻ ആരെ കണ്ടാലും ഒരു വചനം പറയാ. അവൻ വചനത്തിൽ സമ്പന്നനായി തീർന്നോ. അത് ദൈവത്തിന്റെ കൃപയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപ ഇതിനകത്ത് റിലീസ് ചെയ്യുമ്പോൾ ദൈവം ചിലരെ വചനത്തിൽ സമ്പന്നരാക്കാൻ പോവുകയാണ്. എക്സ്ട്രാവഗന്റ്ലി റിച്ച് ഇൻ വേർഡ്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വാതിലുകളെ തുറക്കുകയാ. എന്നെ കേൾക്കുന്ന യൗവനക്കാര് കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് ഒരു കൃപ റിലീസ് ആവുകയാ. കേറി പിടിച്ചോ. എ റെവലേഷൻ റല, എ വേർഡ് റല ഇതിനകത്ത് ഓപ്പൺ ആവുകയാ. ഇന്ന് പകൽ എൻ്റെ നാവിൽ വചനം നൽകിയ, എൻ്റെ വായിൽ പ്രഭാഷണം നൽകിയ, എൻ്റെ വായിൽ വെളിപ്പാട് നൽകിയ അതേ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഞാൻ ഇന്ന് ഇതിനകത്ത് ശുശ്രൂഷിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നിനക്കൊരു കൃപാവരം തരികയാ. വചനത്തിന്റെ സമൃദ്ധി, വെളിപ്പാടിന്റെ സമൃദ്ധി, കൃപാവരത്തിന്റെ സമൃദ്ധി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ കൊതിയുള്ളവർ പ്രാപിച്ചോ, പ്രാപിക്കാൻ കൊതിയുള്ളവർ പ്രാപിച്ചോ. ഇതാ അവന്റെ കൃപ നിന്റെ മേൽ വരുമ്പോൾ
ഞാൻ ആരാധനയുടെ ആരംഭത്തിലെ ശുശ്രൂഷയുടെ ആരംഭത്തിലെ ഓർപ്പിച്ചിരുന്നു, ഏതെങ്കിലും ഒരു വിടുതലല്ല ഈ ഉപവാസ പ്രാർത്ഥനയിൽ നൽകപ്പെടാൻ പോകുന്നത്. സംതിങ് ഗ്രേറ്റ്ലി ഇമ്പോർട്ടന്റ്, സംതിങ് ഗ്രേറ്റ്ലി ഇമ്പോർട്ടന്റ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലത് വലിയത് നീ പ്രാപിക്കുക. ഇന്ന് പകൽക്കാല റിച്ച്നെസ് ഓഫ് വേർഡ്, വെളിപ്പാടിന്റെ തല, വചനത്തിന്റെ സമൃദ്ധി ഇതാ നിന്റെ നാവിന്റെ മേൽ. ഓ, വെളിപ്പാട് തുറക്കട്ടെ, ദൂത് പുറപ്പെടട്ടെ. ദൈവസഭയ്ക്കകത്ത് ഒരു വചനത്തിന്റെ എക്സ്ട്രാവഗൻസി, ദൈവസഭയ്ക്കകത്ത് ഒരു വേർഡ് എക്സ്ട്രാവഗൻസി. തീരധാര ജരഘടകർത്തനാദിയ. പുരോഹിതന്റെ അതരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്ക. പക്ഷെ പുതിയ നിയമത്തിൽ പുരോഹിതന്റെ അതരങ്ങളിൽ നിന്ന് വചനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുകയല്ല, ഞങ്ങൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാ an extravagancy of word. വചനത്തിന്റെ സമ്പന്നത, വചനത്തിൽ സമ്പന്നരാകുക. 2, പരിജ്ഞാനത്തിൽ സമ്പന്നരാവുക. എന്താണ് ഈ പരിജ്ഞാനം? ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ക്രിസ്തുവിനെ ആഴമായി അറിയുക. നോളജ് ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. യേശു ആരാ? യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാ. യേശു ഒരു തച്ചൻ്റെ മകനാ. യേശു ദാവീദിന്റെ സന്തതിയാ. അതൊന്നുമല്ല. നോളജ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഞാൻ അവനെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ ലോകത്തിന്റെ പരിജ്ഞാനം തരുന്നതല്ല, ചന്ദ്രനിലേക്കുള്ള ദൂരം അളക്കുന്നതല്ല, സൂര്യന്റെ തീയുടെ ആഴം അളക്കുന്നതല്ല, നക്ഷത്രങ്ങളുടെ എണ്ണം അളക്കുന്നതല്ല, ക്ഷീരപഥവും നക്ഷത്രമണ്ഡലവും അളക്കുന്നതല്ല. പകരം ക്രിസ്തുവിനെ നീ അടുത്തറിയോ. ഇന്ന് പകൽക്കാല ഇതാ സ്വർഗ ഒരു കൃപ നിന്റെ മേൽ റിലീസ് ചെയ്യുകയാണ്. മോശയോട് പറഞ്ഞു, മോശേ, നമ്മൾ തമ്മിൽ അടുത്തൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നു. ഇയ്യോബ് പറഞ്ഞു, ഞാൻ നിന്നെ കുറിച്ചൊന്ന് കേട്ടിരുന്നു, പക്ഷെ ഇപ്പോഴിതോ എന്റെ സ്വന്തം കണ്ണിനാൽ. Holy Spirit. ആമേൻ. ഒരു നിമിഷം. ഇന്ന് പകൽ ചില ട്രഡീഷനുകളെ ബ്രേക്ക് ചെയ്യുന്ന, ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം രാത്രി, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസമാണ്, ഞാൻ കറക്റ്റ് ദിവസം ഓർക്കുന്നില്ല, ഒരു രാത്രി മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവെൻ്റെ ഒരു കാര്യം ഓർപ്പിച്ചു. ആമേൻ. ട്രഡീഷൻസിന് കോൺട്രഡിക്ടറി ആയി ചില വെളിപ്പാടുകളിലേക്ക്, ക്രിസ്തുവിനെ അറിയുന്ന തലത്തിലേക്ക് ദൈവം സഭയെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാനൊരു കാര്യം പറയാം. യെശയ്യാവിനെ ഈർച്ചവാളാൽ അറുത്തുകൊന്നു. യെശയ്യാവിനെ അറുത്തുകൊന്നു. അതുകൊണ്ടാണ് വിശ്വാസവീരന്മാരുടെ പട്ടിക പറയുമ്പോൾ പറയുന്നത് ചിലർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. അത് യെശയ്യാ പ്രവാചകനെ ഉദ്ദേശിച്ചാണ്. എന്താണ് യെശയ്യാ പ്രവാചകന്റെ പ്രവചന, യെശയ്യാ പ്രവാചകന്റെ ഈ ദൈവിക അറിവിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ബൈബിളിനകത്ത്, യേശുവിന് ന്യായപ്രമാണത്തിനകത്ത്, യഹൂദ്യ പാരമ്പര്യത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആർക്കെങ്കിലും കാണാൻ കഴിയുമോ? ഇല്ല. അവരുടെ ഏറ്റവും വലിയ പ്രവാചകൻ ആരായിരുന്നു? മോശ ദൈവത്തെ കാണണമെന്ന് പറഞ്ഞു. കണ്ടോ? കണ്ടില്ല. യഹോവയെ ഇസ്രായേലിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. പക്ഷേ യെശയ്യാ പ്രവാചകൻ പ്രവാചക ശുശ്രൂഷ തുടങ്ങിയത് എന്തോ പറഞ്ഞുകൊണ്ടാണെന്നറിയാമോ? ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവയായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഓ, കേട്ടവര് പറഞ്ഞു അവന് വട്ടാണെന്ന് പറഞ്ഞു. കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ എന്താണ്, ആരും യഹോവയെ കണ്ടിട്ടില്ല. അന്ന് വരെ ആരും കണ്ടിട്ടില്ല എന്നതുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു ആർക്കും കാണാൻ കഴിയത്തില്ല. പക്ഷെ യെശയ്യാവ് പറഞ്ഞു, യെസ്, ആരും കണ്ടിട്ടില്ലാത്തത് ഞാൻ കണ്ടോ, ഞാൻ അവനെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാല സംതിങ് കോൺട്രഡിക്ടറി ടു ദ ട്രഡീഷൻ. പെന്തക്കോസിന്റെ പരിചയത്തിൽ പഴയകാല അപ്പന്മാര് കണ്ടിട്ടില്ലാത്തത് ഈ ദൈവസഭയ്ക്കകത്ത് കണ്ടു തുടങ്ങും.
ലാർമ ഹർഷിബാലാരിയ പ്രവാചിയം പ്രോർത്ഥാമഹസിയാരാധന ലെസ്മേറിയ. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എന്തായി തീർന്നോ? നിങ്ങൾ സമ്പന്നരായി തീർന്നോ? അപ്പൊ രണ്ട് കാര്യം, സകലത്തിലും പ്രത്യേകാൽ അവർക്ക് വേടുറല ഓപ്പണായി. രണ്ട്, അവർ ക്രിസ്തുവുമായി ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റിലേക്ക് വന്നോ. ഇതാണ് ദൈവകൃപയുടെ ഒന്നാമത്തെ പോയിന്റായി കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ചില യൗവനക്കാരെ തൊടോ. നിങ്ങളുടെ റെവലേഷൻ റല ഓപ്പൺ ആകുക, നിങ്ങളുടെ വേർഡ് റല ഓപ്പൺ ആകുക. നിങ്ങൾ ബൈബിളിൽ ഇതുവരെ ആരും വായിച്ചിട്ട് മനസ്സിലാകാത്ത ചില ഭാഗങ്ങളെ, നിങ്ങൾ വെളിപ്പാടുകളെ അതിനകത്തുനിന്ന് കാണാൻ തുടങ്ങുക. യഹോവയായ ദൈവത്തെ ആരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ഇസ്രായേലിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടോ. അവന്റെ മുമ്പിൽ സറാഫുകൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആരാധിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞ ചരിത്രത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവിക പരിജ്ഞാനത്തിലേക്ക് ജീസസ്. നിങ്ങൾ സകല വചനത്തിലും നിങ്ങൾ സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നോ. ഈ സമ്പന്നത അവരെ എന്തിലേക്ക് കൊണ്ടുപോയെന്നറിയാമോ? ഇങ്ങനെ നിങ്ങൾ, അടുത്ത വാക്യം ഒന്ന് എടുക്കാമോ? 7-ാം വാക്യ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലോ കുറവില്ലാത്തവരായി. വേടറല ഓപ്പൺ ആയപ്പോൾ, ക്രിസ്തുവുമായിട്ടുള്ള കണക്ഷൻ ആഴമായപ്പോൾ, അടുത്തത് എന്താ സംഭവിച്ചതെന്നറിയാമോ? അവന്റെ കൃപാവരങ്ങൾ ഒരു കൃപാവരത്തിലോ കുറവില്ലാത്തവരായി തീർന്നോ. ദൈവം നിനക്ക് നൽകുന്ന കൃപ അത് നിന്നെ കൃപാവരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇന്ന് പകൽ again and again and again I proclaim here, this fasting will be the impartations of gifts and grace. ഇതിനകത്തുനിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കാം, ഇതിനകത്തുനിന്ന് വെളിപ്പാടുകൾ. Larma serta ralme raka siko loto like reseteri apro mahasia ekatalmaria ramdania pravajalia. ഈ ഉപവാസ പ്രാർത്ഥനയെ ദൈവം ചിലർക്ക് കൃപ തരാൻ പോവുകയാ. എന്താ കൃപ എന്നറിയാമോ? ആ കൃപയുടെ പ്രദർശനം എന്താണെന്നറിയാമോ? അത് കൃപാവരമോ. ഞാൻ കൃപാവരത്തെ കുറിച്ച് 2-3 വാക്കുകൾ പറഞ്ഞിട്ട് മടങ്ങി വരാ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. ഒരു ദൈവസഭ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവൻ്റെ സഭയിൽ എന്നും ഗസയെക്കുറിച്ച് പ്രസംഗിക്കണം. അവൻ്റെ സഭയിൽ എന്നും 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പ്രസംഗിക്കണം. അവൻ്റെ സഭയിൽ എന്നും ട്രംപിനെ കുറിച്ചും മോഡിയെക്കുറിച്ചും പ്രസംഗിക്കണം. അപ്പോൾ ആ സഭ എന്തായിരിക്കും? കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തയുള്ള സഭയായിരിക്കും. അല്ലല്ല, കൊരിന്തിലുള്ള ദൈവസഭയെ നോക്കിയിട്ട് പറയുക, ഗസയെയോ ട്രംപിനെയോ റഫേൽ പോർവിമാനങ്ങളെയോ റഷ്യയുടെ എണ്ണ കമ്പനിയെയോ പ്രസംഗിക്കുന്നവനല്ല ദൈവത്തിൻ്റെ വരവിന് കാത്തിരിക്കുന്നവർ. അവൻ 3-ാം ലോക മഹായുദ്ധത്തിനെയോ അവൻ ലോകത്തിന്റെ ന്യായവിധിയെയും കാത്തിരിക്കുന്നവനാ. പക്ഷെ ദൈവത്തിന്റെ സഭ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നുവെന്നുള്ളതിന്റെ അടയാള the fullness of the gifts of grace. ജീസസ്. കൃപാവരമുള്ള സഭയെ കർത്താവിന്റെ വരവിൽ പോകത്തുള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയാം, ഗസയിലെ യുദ്ധവും വെടിയും പുകയും നോക്കി നടക്കുന്നവനല്ല കർത്താവിന്റെ വരവിൽ പോകുന്നേ. കർത്താവിന്റെ വരവിൽ പോകുന്നതാരാ? കൃപാവരമുള്ളവനാ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഹോളി സ്പിരിറ്റ്. ഞാൻ അതിലേക്ക് കയറുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരുത്തൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടെന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഒരുത്തൻ്റെ അകത്ത് അഭിഷേകമുണ്ടെന്ന് 1 കൊരിന്ത്യർ 12:4 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ആമേൻ. 4-ാം വാക്യമല്ല, അതിൻ്റെ
ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്ന 6-ാം വാക്യമാണോ? ആ ഭാഗം ഒന്ന് വായിക്കാമോ? ആമേൻ. 7-ാം വാക്യം. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ മലയാളത്തിൽ ഒരു ഇച്ചിരി കടുകട്ടി ഭാഗമാണ് അത് കൊടുത്തിരിക്കുന്നത്, പ്രകാശനം. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ അതൊന്ന് വായിച്ചു നോക്കണം. വളരെ സിമ്പിളാണ് എഴുതിയിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് അതേഴ്സ്. അവിടെ പറയുകയാണ് ആത്മാവിന്റെ പ്രകാശനം എന്നല്ല, ആത്മാവിന്റെ പ്രദർശനം, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ്. ഒരു ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ടെന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഒരു ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ടെന്ന് തിരിച്ചറിയുന്നത് കൃപാവരങ്ങളാലാണ്. സ്തോത്ര. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനകൾ ഇതിനകത്ത് കൃപാവരങ്ങളുടെ പൊതിയഴിക്കുന്ന ഉപവാസമായിരിക്കുക. ചിലർ പ്രവാചകന്മാരായി, ചിലർ ഉപദേഷ്ടാക്കന്മാരായി, ചിലർ അപ്പോസ്തലന്മാരായി, ചിലർ കൃപാവരങ്ങളുടെ തീപ്പന്തമായി ഇതിനകത്തുനിന്ന് കയറി വരാം. ഞാൻ പൊതുവായി 1 കൊരിന്ത്യർ 12 പറയുന്ന 9 കൃപാവരങ്ങളെ വേഗത്തിൽ പറഞ്ഞു പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ 9 കൃപാവരങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 9 കൃപാവരങ്ങളെ 3 ഭാഗമായിട്ടാണ് വേർതിരിച്ചു പഠിക്കുന്നത്. ഒന്ന്, ബുദ്ധിമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന കൃപാവരങ്ങൾ. ഞാൻ പലയിടങ്ങളിലും അത് പറയാറുള്ളതാണ്. ബുദ്ധിയിൽ വ്യാപരിക്കുന്ന 3 കൃപാവരങ്ങളുണ്ട്. 1 ജ്ഞാനത്തിന്റെ വര, 2 പരിജ്ഞാനത്തിന്റെ വചന, 3 വിവേചനത്തിന്റെ ആത്മാവ്. 1 കൊരിന്ത്യർ 12 എഴുതിയിട്ടുണ്ട്, വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് ആൻഡ് ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ്സ്. ആമേൻ. ഇങ്ങനെ 3, ജ്ഞാനം, പരിജ്ഞാനം, വിവേചന, ഇത് 3 ബുദ്ധിമണ്ഡലത്തിൽ വെളിപ്പെടാം. അപ്പൊ കൃപാവരം വെളിപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ തലം മാറാം, അവന്റെ ജ്ഞാനവും പരിജ്ഞാനവും വിവേചനവും മാറുവാൻ തുടങ്ങാം. രണ്ടാമതായി, ഒരുവന്റെ മേൽ കൃപാവരം വെളിപ്പെടുന്നത് അവന്റെ നാവിനകത്താണ്, അവന്റെ ശബ്ദത്തിനകത്താണ്. അത് 3 തലത്തിലാണ്. 1 അന്യഭാഷകൾ, 2 വ്യാഖ്യാനം, 3 പ്രവചന. ഇത് 3 അവന്റെ നാവിൽ കൂടി വെളിപ്പെടുന്ന കൃപാവരങ്ങളാണ്. 3-ാമത്തെ കൃപാവരങ്ങളുടെ പട്ടികയിലേക്ക് വരുമ്പോൾ, വിഭാഗത്തിലേക്ക് വരുമ്പോൾ, ഗിഫ്റ്റ്സ് ഓഫ് പവർ, ശക്തിയുടെ കൃപാവരങ്ങളാണ്. ഏതൊക്കെയാണ് ആ കൃപാവരങ്ങൾ? വിശ്വാസത്തിന്റെ വരം, വീര്യപ്രവൃത്തിയുടെ വരം, രോഗശാന്തിയുടെ വരം. ഞാൻ 9 വരങ്ങളെ വേഗത്തിൽ പറയാം. ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം, വിവേചനത്തിന്റെ വരം. സ്തോത്ര. അന്യഭാഷകളുടെ വരം, വ്യാഖ്യാനങ്ങളുടെ വരം, പ്രവചനത്തിന്റെ വരം. വീണ്ടും 3-ാമത്തെ പട്ടികയിലേക്ക് വരുമ്പോൾ, വിശ്വാസത്തിന്റെ വരം, വീര്യപ്രവൃത്തികളുടെ വരം, രോഗശാന്തിയുടെ വരം. 9 കൃപാവരങ്ങൾ ദൈവസഭയ്ക്ക് ദൈവം നൽകുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കൃപ നിങ്ങളിൽ വ്യാപരിച്ചപ്പോൾ നിങ്ങൾ കൃപാവരങ്ങളിൽ ഒന്നിനും കുറവില്ലാത്തവരായി. ദൈവത്തിന്റെ കൃപ, നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ ലഭിച്ച കൃപ? കൃപാവരങ്ങൾ. നിങ്ങൾ വചനത്തിൽ സമ്പന്നരായി തീർന്നു. എൻ്റെ സഹോദരങ്ങളെ, വചനത്തിൽ സമ്പന്നനായി തീർന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? വചനം നമ്മുടെ കയ്യിൽ ധാരാളമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? വചനം എടുത്ത് എല്ലാറ്റിനും ഉപയോഗിക്കാം. അവൻ വാക്കുകൊണ്ട്, വചനം കൊണ്ട് എന്ത് ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി. അവൻ വചനമയച്ച് രോഗികളെ സൗഖ്യമാക്കി. അവൻ ഒരു വാക്കുകൊണ്ട് സകലത്തെയും എന്ത് ചെയ്തു? ഉളവാക്കി. സ്തോത്രം. അപ്പോൾ വചനത്തിൻ്റെ സമൃദ്ധി ഉണ്ടെങ്കിൽ ഒരുവൻ്റെ ശൂന്യതയ്ക്കകത്ത് അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയും. ആമേൻ. വചനത്തിൻ്റെ സമൃദ്ധി ഉള്ളവൻ്റെ ജീവിതത്തിൽ ഒരു രോഗം കയറി വന്നാൽ അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവന് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. വചനത്തിൻ്റെ സമൃദ്ധി ഉള്ള ഇടത്ത് ഭൂതം കയറി വന്നാൽ എന്ത് ചെയ്യുക? അത് ജീവനും കൊണ്ട് ഓടുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൃപ എന്നെയും നിങ്ങളെയോ extravagantly rich in the word of God. ആമേൻ. റിച്ച് എന്നല്ല പറയുന്നത്, എക്സ്ട്രാവഗന്റ്ലി റിച്ച് എന്ന് പറഞ്ഞാൽ ധാരാളമായ സമ്പന്നത, ഇങ്ങനെ വാരി വിതറി കൊടുക്കാൻ കഴിയുന്ന അളവിൽ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല്, നിന്റെ ജീവിതത്തിൽ വചനത്തിന്റെ സമൃദ്ധി, ദ എക്സ്ട്രാവഗന്റ്ലി റിച്ച് എന്നുള്ള അവസ്ഥയിലേക്ക് നീ കയറുമ്പോൾ, സ്തോത്ര, അത്ഭുതങ്ങളുടെ അധികാരത്തിലേക്ക് നീ കടന്നു വരും. സ്തോത്രം. അപ്പോൾ ഒന്നാമത് ദൈവസഭ, കൊരിന്തിലുള്ള ദൈവസഭയുടെ അടുക്കൽ ഞാനിതിൻ്റെ പോയിന്റുകൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളതിനെ ഡീപ്പായിട്ട് പിന്നീട് ഒന്ന് വീട്ടിൽ ചെന്ന് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.
നിങ്ങൾക്ക് ലഭിച്ച ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ആ കൃപ നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഭയങ്കരമായി ഉറപ്പായി. 2, നിങ്ങൾ വചനത്തിൽ സമ്പന്നരായി. 3, നിങ്ങൾ ക്രിസ്തുവുമായിട്ടുള്ള ആ പരിജ്ഞാനത്തിൽ, ക്രിസ്തുവുമായുള്ള അറ്റാച്ച്മെൻറ്റിൽ നിങ്ങൾ സമ്പന്നരായി. 4, നിങ്ങൾ കൃപാവരങ്ങളിൽ സമ്പന്നരായി. അവരെ നോക്കിയിട്ട് പൗലോസ് പറയുകയാണ്, ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അവസാനത്തോളം നിങ്ങളെ കുറ്റമില്ലാത്തവരായി സൂക്ഷിക്കുകയും ചെയ്യും. സ്തോത്രം. അത് ഒന്നാമത്തെ കൃപ. കൊരിന്ത്യരോട് പറയുന്ന രണ്ടാമത്തെ കൃപയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. കൊരിന്ത്യരോട് പറയുന്ന രണ്ടാമത്തെ കൃപ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന തനിക്ക് ലഭിച്ച ഒരു ദൈവകൃപയെക്കുറിച്ച് കൊരിന്ത്യരോട് പറയുകയാണ്. 1 കൊരിന്ത്യർ 3:10 വായിക്കാമോ? 1 കൊരിന്ത്യർ 3:10 എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. ഇവിടെ പൗലോസ് ഒരു കൃപയെ കുറിച്ച് പറയുകയാണ്. ആ കൃപ ലഭിച്ചപ്പോൾ ഈ മനുഷ്യൻ ആരായി തീർന്നുവെന്നറിയാമോ? ജ്ഞാനമുള്ള ഒരു ശില്പിയായി മാറ്റപ്പെട്ടോ. ഹോളി സ്പിരിറ്റ്, ജ്ഞാനമുള്ള ഒരു ശില്പിയായി മാറ്റപ്പെട്ടോ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലോ, കൃപാവരം ഒരു മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കുക. പൗലോസ് പറയുകയാണ്, എനിക്ക് ദൈവകൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആരായി തീർന്നെന്നറിയാമോ? ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി മാറപ്പെട്ടോ. ആമേൻ. എന്നാൽ ഈ ഇവൻ പണിയുന്നവനെ, ഞാൻ അതിൽ 3 ഭാഗങ്ങളെ എടുക്കുക. ആമേൻ. ദൈവകൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് ആരായി തീർന്നെന്നറിയാമോ? പണിയുന്നവനായി തീർന്നു. പക്ഷെ ദൈവകൃപ ലഭിക്കുന്നതിന് മുമ്പേ പൗലോസ് ആരായിരുന്നുവെന്നറിയാമോ? ദൈവസഭയെ മുടിക്കുന്നവനായിരുന്നു. ഇന്ന് പകൽക്കാല എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഞാൻ നിന്നോട് പറയട്ടെ, ദൈവകൃപ നിന്റെ മേൽ വന്നാൽ നീ മുടിക്കുന്നവനായിരിക്കത്തില്ല, നീ പണിയുന്നവനായിരിക്കാം. നിനക്ക് പണിയുവാൻ കഴിയാം. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അവിടെ പറയുകയാണ്, ഞാൻ എങ്ങനെങ്കിലും അല്ല പണിയുന്നത്, ഞാൻ ജ്ഞാനമുള്ള ഒരു മനുഷ്യനായി. പൗലോസിന്റെ അടുക്കൽ ചോദിക്കാം, പൗലോസ് താങ്കൾക്ക് എങ്ങനെയാണ് ഈ ജ്ഞാനം ലഭിച്ചത്? തർസോസിലെ പാഠശാലയിൽ നിന്നാണോ? തർസോസിലെ സാംസ്കാരിക നഗരത്തിൽ നിന്നാണോ? ഗമാലിയേലിന്റെ പാഠശാലയിൽ നിന്നാണോ? പരീശ മതത്തിൽ നിന്നാണോ? എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ ജ്ഞാനം ലഭിച്ചത്? പൗലോസ് പറയാ, എനിക്ക് ജ്ഞാനം ലഭിച്ചത് ദൈവകൃപയ്ക്കകത്താണ്. ഇന്ന് പകൽക്കാല ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൃപ ലഭിക്കട്ടെ. കൃപ ലഭിക്കുമ്പോൾ നിന്റെ വിസ്ഡം മാറാ, നിന്റെ ബുദ്ധിമണ്ഡലം തുറക്ക. ഇന്ന് പകൽ 1 മിനിറ്റ് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ട്. ദൈവത്തിന്റെ കൃപ നിന്റെ ബുദ്ധിയെ ഓപ്പൺ ചെയ്യുന്നതാണ്. ഇന്ന് പകൽക്കാല എവിടെയൊക്കെ പിശാച് ബുദ്ധി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കാൻ കഴിയാതെ, പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ കഴിയാതെ, ഹോളി സ്പിരിറ്റ് തീരുമാനങ്ങളെ നശിപ്പിക്കുന്ന, തീരുമാനങ്ങളെ പിഴയ്ക്കുമാറാക്കുന്ന എവിടെയൊക്കെ ബുദ്ധിയെ കെട്ടിയ പോരുകളുണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ നിന്റെ ബുദ്ധിമണ്ഡലത്തെ ഓപ്പൺ ആക്കുകയാണ്. നീ പരാജയപ്പെട്ട പരീക്ഷകളെ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഇറങ്ങുമ്പോൾ നീ ജ്ഞാനമുള്ളവനായി തീരുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ബുദ്ധിമണ്ഡലം ഓപ്പൺ ആകട്ടെ. ഇന്ന് പകൽ പിശാച് കെട്ടിവെച്ച ബുദ്ധിമണ്ഡലങ്ങൾ, ജ്ഞാനഫലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, യോശുവ എന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. മോശെ അവനെ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ജ്ഞാന ആത്മപൂർണനായി തീർന്നു. ഹോളി സ്പിരിറ്റ്, യോർദാനെ കടക്കുവാൻ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യുദ്ധങ്ങളെ ജയിച്ച് കനാനെ അവകാശമാക്കുവാൻ യോശുവ ജ്ഞാനമുള്ളവനായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ശത്രു വകഞ്ഞുകെട്ടിയിരിക്കുന്ന നിന്റെ അവകാശങ്ങളെ കൈവശമാക്കുന്ന, യോർദാൻ അപ്പുറ
ചില പ്രോപ്പർട്ടികളെ പൊസസ് ചെയ്യുന്ന, ചില ഇൻഹെറിറ്റൻസുകളെ പൊസസ് ചെയ്യുന്ന ഒരു ജ്ഞാനമണ്ഡലം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാല ഈ ഉപവാസ പ്രാർത്ഥനയുടെ കൃപാ പകർച്ചയിൽ നിന്റെ ജ്ഞാനത്തെ യോശുവയുടെ മേൽ മോശെ അവനെ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. ഇന്ന് പകൽ ഇതാ പരിശുദ്ധാത്മാവ് ചില കുഞ്ഞുങ്ങളെ തൊടുന്നു. ഓ, ലിറ്ററലി അക്ഷരികമായി എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ പരിശുദ്ധാത്മാവ് ചില കുഞ്ഞുങ്ങളെ തൊടുന്നു. എന്റെ ബുദ്ധിമണ്ഡലം തുറക്കുകയാ. എന്റെ ഇന്റലക്ച്വൽ റല ഇതാ ഷിഫ്റ്റ് ആവുകയാ. പരിശുദ്ധാത്മാവ് തൊടട്ടെ. യേശുവേ തൊടണേ, യേശുവേ തൊടണേ, പരിശുദ്ധാത്മാവെ തൊടണമേ. ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കുന്നു. ഓ, ടച്ച്. വർഷങ്ങളായി ആഭിചാരം കൊണ്ട് കെട്ടിവെച്ച് മന്ദബുദ്ധിയാക്കി കളഞ്ഞത് അപചാരകം ചരാദിയ നിന്റെ വിദ്യാഭ്യാസത്തെ കെട്ടിയ ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. നിന്റെ കരിയറിനെ കെട്ടിയ ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. കൃപ നിന്റെ ജ്ഞാനത്തെ ഓപ്പണാക്ക, കൃപ നിന്റെ ബുദ്ധിയെ ഓപ്പണാക്ക, കൃപ നിന്റെ വിസ്ഡം റലത്തെ അൺലോക്ക് ചെയ്യുക ഇന്ന് പകൽ. ബുദ്ധിയെ കെട്ടുന്ന പോരുകൾ അഴിയട്ടെ. ബുദ്ധിമണ്ഡലത്തിനെതിരെ വ്യാപരിക്കുന്ന ഏത് സബ്ജക്റ്റിനെയാണോ കെട്ടിയിരിക്കുന്നത് ഇന്ന് പകൽ ഞാൻ ആ സബ്ജക്റ്റിനെ അഴിച്ചുവിടുന്നു. അതോറിറ്റി ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് ഭയങ്കരമായ കൃപ പകർച്ചയുണ്ടാകും. ഹോളി സ്പിരിറ്റ് ഒന്നാം ദിവസത്തെ പോലെ ആയിരിക്കത്തില്ല. വരുന്ന ദിവസങ്ങളിലൊക്കെ മീറ്റിംഗ് അൺകൺട്രോളായി കൃപ ഇങ്ങനെ ഏറ്റെടുക്കുക. അമ്മേ ഭയങ്കരമായി ബുദ്ധിമണ്ഡല അമ്മേ പുറമേ കാണുന്ന മുടന്തോ അല്ലെങ്കിൽ അങ്ങനത്തെ വരട്ടു ചൊറിയോ ഒന്നുമല്ല. മനുഷ്യന്റെ ബുദ്ധി ഇങ്ങനെ തിരിയുന്നത്, മനുഷ്യന്റെ ബുദ്ധിമണ്ഡലം ഓപ്പൺ ആകുന്നത്, നാളുകളായി നീ തോറ്റു കിടന്ന ചില വിഷയത്തിൽ ജയിക്കുന്നത്, നാളുകളായി മണ്ടനെന്ന് മുദ്ര കൊത്തിയെടുത്ത് നിന്റെ മേൽ ദൈവത്തിന്റെ ആ സ്പിരിറ്റ് ഓഫ് വിസ്ഡം റിലീസ് ചെയ്യപ്പെടുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അത് സ്പഷ്ടമായി വെളിപ്പെടും. ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി, ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി. ഒരു ശില്പിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശില്പിയുടെ പ്രത്യേകത അവൻ എന്ത് സാധനം കിട്ടിയാലും അവൻ അതിനകത്ത് ഒരു രൂപത്തെ, അവൻ അതിനകത്തൊരു നന്മയെ കാണും. അവനൊരു മരക്കഷണം കിട്ടിയാൽ അവൻ ഒരു നല്ല പാചകക്കാരൻ്റെ കയ്യിൽ ഒരു മരക്കഷണം കിട്ടിയാൽ അങ്ങനെ എന്തോ ചെയ്യും? അതുകൊണ്ട് അടുപ്പിൽ വെച്ച് വിറകാക്കും. സ്തോത്രം. അതേസമയം നല്ല ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയാലോ, സ്തോത്രം, അവനതിനെ നല്ല ഒരു ഉപകരണമാക്കി മാറ്റും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ നിന്റെ മേലൊരു കൃപ റിലീസാവുകയാണ്. ആമേൻ. എല്ലാവരും തള്ളിക്കളഞ്ഞ ചിലതിനെ നന്നാക്കിയെടുക്കുവാൻ പൗലോസിന് മേൽ ഇങ്ങനെ ഒരു കൃപ നൽകി. അതുകൊണ്ടാ പൗലോസ് ഫിലേമോന് ലേഖനം എഴുതുമ്പോൾ ഒനോസിമോസിന് വേണ്ടി പറയുക. ഫിലേമോന്റെ അടുക്ക പറയാം, മുമ്പേ അവൻ ആർക്കും പ്രയോജനമില്ലാത്തവനായിരുന്നു, പക്ഷെ ഇപ്പോ അവൻ എനിക്കും പ്രയോജനമാ. അവൻ നിന്റെ അടുക്ക വന്ന എനിക്ക് ഒരു കാര്യം ഉറപ്പാ, പിന്നെ നീ ആയുസിൽ അവനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പൗലോസിന്റെ കൂടെ 2 ആഴ്ച താമസിച്ചപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ എന്തായി തീർന്നറിയാമോ? പ്രയോജനമുള്ളവനായി തീർന്നോ? ഒരു ശില്പിയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ നിന്റെ മേലിറങ്ങുന്ന കൃപ, ആമേൻ, ആമേൻ, നിന്റെ കുടുംബത്തിനകത്ത് ചിലരെ പണിതെടുക്കുവാൻ, ആമേൻ, ആർക്കും വേണ്ടാത്ത ചിലരെ, ആർക്കും ഗുണമില്ലെന്ന് പറയുന്ന ചിലതിനെ, ആർക്കും പ്രയോജനമില്ലെന്ന് പറയുന്ന ചിലതിനെ പണിതെടുക്കുന്ന ഒരു ശില്പിയാക്കി ഇതിനെ മാറ്റുന്ന ദൈവത്തിന്റെ കൃപ. ഓ കൃപ പൗലോസ് പറയുകയാണ്, എനിക്ക് കൃപ കിട്ടിയപ്പോ എൻ്റെ ബുദ്ധിമണ്ഡലം മാറി.
ഞാൻ ജ്ഞാനമുള്ളവനായി. അടുത്തത്, ഞാനൊരു ശില്പിയായി. അന്ന് വരെ എനിക്ക് കളിമണ്ണ് കണ്ടാൽ ഒന്നും തോന്നത്തില്ല, കാലഴുക്കാതെ മാറിപ്പോകണമെന്ന് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ കളിമണ്ണ് കണ്ടാൽ എനിക്ക് അതിനകത്തുനിന്ന് ഒരു ഉപകരണം മെനഞ്ഞെടുക്കാൻ തോന്നുകയാ. ഒരു പാറക്കഷണം കിടക്കുന്നത് കണ്ടാൽ അയ്യോ ഇതിനി എങ്ങനെ എടുത്തു മാറ്റുമെന്നുള്ള ഭാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനകത്തുകൂടെ എനിക്ക് ഒരു നല്ല കരവിരുതിൽ ഉണ്ടാക്കുവാൻ തോന്നുകയാണ്. ഒരു ഇരുമ്പ് കഷണം കണ്ടാൽ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആക്രിക്കാരന് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഇരുമ്പ് കഷ്ണം എടുത്ത് തീക്കകത്ത് ഉലയിലിട്ട് പഴുപ്പിച്ചെടുത്ത് നല്ലൊരു ആയുധമാക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ട്. ഹോളി സ്പിരിറ്റ്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ യേശു ഭൂമിയിൽ വന്നപ്പോൾ ഒരു മരം വെട്ടുകാരൻ്റെ വീട്ടിലല്ല ജനിച്ചത്, എൻ്റെ യേശു ഒരു തച്ചൻ്റെ വീട്ടിലാണ് ജനിച്ചത്. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ഞാൻ പണിയാനാ വന്നത്, ഞാൻ വെട്ടിക്കളയാനല്ല വന്നത്, ഞാൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല വന്നത്, ഞാൻ മനുഷ്യരെ പ്രാണനെ രക്ഷിപ്പാനത്രേ വന്നത്. ഹോളി സ്പിരിറ്റ്. കർത്താവ് ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി. ഈ ശില്പിയായി അടുത്ത ഭാഗം കണ്ടോ, എനിക്ക് ലഭിച്ച കൃപയ്ക്കകത്ത് ഞാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? എനിക്ക് ലഭിച്ച കൃപയ്ക്കകത്ത് ഞാൻ അടിസ്ഥാനമിട്ടു. എന്ന് പറഞ്ഞാൽ ഒരു ഊഷര ഭൂമിയിൽ അതുവരെ ആരും ചെയ്യാത്തയിടത്ത്, അതുവരെ ആരും തൊടാത്തയിടത്ത്, അതുവരെ ആരും പ്രവർത്തിക്കാത്തയിടത്ത്, അതുവരെ ആരും ചെയ്യാത്ത ചില സംഗതികളെ ഞാൻ ചെയ്യും. സ്തോത്രം. എനിക്ക് ചില കർത്തൃദാസന്മാരെ അറിയാം. അവര് ഈ ചില വെളിപ്പാടുകൾ കിട്ടിയിട്ട് അവർ ഫോൺ ചെയ്തിട്ട് ചോദിക്കും, പാസ്റ്ററെ ഇങ്ങനെ ഒരു വെളിപ്പാട് വേറെ ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കും ആർക്കും കിട്ടിയിട്ടില്ലാത്ത വെളിപ്പാട് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണെന്ന്. അല്ലല്ലല്ല, അവർ പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ ഇത് ആരും പ്രസംഗിച്ചിട്ടില്ലാത്തതാണ്, ഇനി ഞാൻ പ്രസംഗിച്ചാൽ വല്ല പ്രശ്നമാവുമോ? അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും ഇട്ട് അടിസ്ഥാനത്തിന്റെ മുകളിൽ തോത് പിടിച്ച് കല്ല് വെക്കാനാണെങ്കിൽ ഞാൻ വെക്കാം. എനിക്കൊരു അടിസ്ഥാനമിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയത്തില്ല. പക്ഷെ കൃപ ലഭിച്ചവൻ എന്തോ ചെയ്യുമെന്നറിയാമോ? കൃപ ലഭിച്ചവൻ ഊഷര ഭൂമിയിലേക്ക് ഇറങ്ങും. കൃപ ലഭിച്ചവൻ പുതുത് ആരംഭിക്കും. കൃപ ലഭിച്ചവൻ അവനൊന്ന് പയനീർ ചെയ്യും. കൃപ ലഭിച്ചവൻ അവനൊന്ന് പ്ലാന്റ് ചെയ്യും. കൃപ ലഭിച്ചവൻ അവനൊന്ന് മുൻപോട്ട് കാല് വെക്കാം. ഇന്ന് പകൽ ദൈവം നിനക്ക് കൃപ നൽകുകയാണ്. ആരും തൊടാത്ത ചില ഇടങ്ങളിൽ തൊടാൻ, ആരും വിതയ്ക്കാത്ത ചില ഇടങ്ങളിൽ വിതയ്ക്കാൻ, ആരും പ്രവർത്തിക്കാത്ത ചില ഇടങ്ങളിൽ പ്രവർത്തിക്കാൻ. ആരും പ്രവർത്തിക്കാത്ത, ആരും വിതയ്ക്കാത്ത. ഇസഹാക്ക് ദേശത്ത് ക്ഷാമകാലം വന്നു. ആ കാലത്ത് രണ്ടു കൂട്ടരാണ് ആ ദേശത്തുള്ളത്. ഒരു കൂട്ടർ വിതയ്ക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ മറ്റു കൂട്ടർ എന്താണെന്നറിയാമോ? അവർ കളപ്പുരയ്ക്കകത്തുനിന്ന് വിത്ത് ഇറക്കത്തില്ല, അവർ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഇറക്കിയാൽ അത് ഉള്ളത് പോക്കാന്നറിയാം. പക്ഷേ എല്ലാവരും വിത്ത് സൂക്ഷിച്ചു വെച്ച വരൾച്ചയുടെ കാലത്ത്, ക്ഷാമകാലത്ത് ഇസഹാക്കിനൊരു വെളിപ്പാട് കിട്ടി. ഇസഹാക്ക് തൻ്റെ വീട്ടിലുള്ളവരെയും വിളിച്ചുകൊണ്ട് ക്ഷാമകാലത്ത് അവൻ തൻ്റെ കളപ്പുരയിലിരുന്ന കുറച്ച് ധാന്യമുള്ളത് എടുത്തുകൊണ്ടുപോയി അവൻ്റെ വീടിൻ്റെ പറമ്പിൽ വിതച്ചെന്നല്ല എഴുതിയത്, അവൻ്റെ വയലിൽ വിതച്ചെന്നല്ല എഴുതിയത്, അവൻ ദേശത്ത് വിതച്ചു. എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിതയ്ക്കാൻ മടിച്ചു കിടന്ന പറമ്പും പാട്ടത്തിനെടുത്ത്, വയലും പാട്ടത്തിനെടുത്തിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ അതിനകത്ത് വിതച്ചോ. ആ ആണ്ടിൽ ഇസഹാക്ക് 100 മേനി കൊയ്തു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ സഭയെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്ര, ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ ഇറങ്ങിയാൽ ആരും തൊട്ടിട്ടില്ലാത്ത ചില മേഖലകളെ, ആരും പിടിച്ചിട്ടില്ലാത്ത ചില മേഖലകളെ, ആരും ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകളെ, ആരും പ്രവർത്തിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങളെ നീ തൊടും. ജീസസ് നിനക്ക് പണിയുവാൻ കഴിയും. ഞാൻ അടിസ്ഥാനം ഇട്ട് ഞാൻ പണിയുന്നു എന്നാ പറയുന്നത്. ഞാൻ പണിയുന്നു. കൃപ ലഭിച്ച
ഒരു മനുഷ്യൻ എന്തൊക്കെ പണിയാൻ കഴിയും? തിരുവഴുത്തിൽ നമുക്ക് ആദ്യം കാണുവാൻ കഴിയുന്ന പണി എന്ന് പറഞ്ഞാൽ കയീൻ പട്ടണം പണിതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതല്ലാതെ പണിതു എന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ ഭാഗം യാഗപീഠമാണ്. അവൻ ഒരു യാഗപീഠം പണിതോ, നോഹ ഒരു യാഗപീഠം പണിതോ, അബ്രഹാം ഒരു യാഗപീഠം പണിതോ, ഇസഹാക്കും യാക്കോബും മോശയും ഒക്കെ എന്ത് ചെയ്തോ? ഒരു യാഗപീഠം പണിതോ. ആമേൻ. കൃപ ലഭിച്ചവൻ എന്തോ ചെയ്യാൻ കഴിയോ? ഒരു യാഗപീഠം പണിയാൻ കഴിയോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ലഭിച്ച കൃപ നിന്നെ കൊണ്ടൊരു യാഗപീഠം പണിയിക്കുന്നതാണ്. ഹോളി സ്പിരിറ്റ് ബഥേലിൽ വെച്ച് ആമേൻ, അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന യാക്കോബ് ദൈവത്തോടൊരു നേർച്ച നേർന്നോ. എന്താണെന്നറിയാമോ? നീ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഉടുക്കാനും കഴിക്കാനും തരാമെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്തോ ചെയ്യാം, ഞാനൊരു പള്ളി പണിയാമെന്ന് പറഞ്ഞോ. പക്ഷെ പുള്ളിക്കാരൻ ആ നാട്ടിൽ പോലും വന്നില്ല. ഇരുകൂട്ടമായി നിറഞ്ഞോ. കാശിന്റെ അയ്യേറുകളിയായിരുന്നോ. എണ്ണിയാൽ തീരാത്ത പണം തൻ്റെ കയ്യിലുണ്ടായിരുന്നോ. ഇഷ്ടം പോലെ പണിക്കാർ തൻ്റെ കയ്യിലുണ്ടായിരുന്നോ. പക്ഷേ സ്തോത്ര, പള്ളി പോയിട്ട് ഒരു കൊടിമരം പോലും പുള്ളിക്ക് പണിയാൻ പറ്റിയില്ല. എന്നാൽ പിൽക്കാലത്ത് ദൈവം തന്നെ ശുദ്ധീകരിച്ച് തൻ്റെ ഇടയിലുള്ള അന്യദേവന്മാരെയും കാതിലെ കുണുക്കുകളെയും കരുവേലകത്തിനരികെ കുഴിച്ചിട്ടിട്ട് ബഥേലിൽ വന്നൊരു യാഗപീഠം പണിതപ്പോ അന്ന് യാക്കോബിനൊരു കാര്യം മനസ്സിലായി. കാശുണ്ടെങ്കിൽ പണിയാൻ പറ്റുന്നതല്ല യാഗപീഠം. കൃപയുള്ളവനെ യാഗപീഠം പണിയാൻ പറ്റത്തുള്ളൂ. ഹോളി സ്പിരിറ്റ്. കാശുള്ളവന് പണിയാൻ പറ്റുന്നതല്ല യാഗപീഠം. കൃപയുള്ളവനെ യാഗപീഠം പണിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല്, നീന്റെ മേൽ ഒരു കൃപ റിലീസാകാ. To build an altar, to build an altar. ഒരു യാഗപീഠം പണിയുന്ന, ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു യാഗപീഠം പണിയുവാൻ ഒരു കൃപ. നീ ഒരു യാഗപീഠം പണിയും. നീ ഒരു യാഗപീഠം പണിയും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ അസാധാരണമായി തൊടുകയാ. ഇതിനകത്ത് എനിക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാൻ പറ്റാതെ വേണ്ട. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇങ്ങനെ ഒരു തേജസ്സിനെ റിലീസ് ചെയ്യുകയാണ്, ഒരു ഗ്ലോറി റിലീസ് ചെയ്യുകയാണ്. യു ഷാൽ ബിൽഡ് ആൻ ആൾട്ടർ. ഓ Sabara jara jana jara raljana rajana jana rajana jara jana rajana jana adak. Yes, you shall build an altar. ഇന്ന് പകൽ ഞാനൊരു ദൂത് നിന്നോട് കൈമാറുന്നു. നീ ഒരു യാഗപീഠം പണിയോ. നീ ഒരു യാഗപീഠം പണിയോ. നീ ഒരു യാഗപീഠം പണിയോ. ഇതാ നിന്റെ മേലൊരു കൃപ ഇറങ്ങുന്നു. നീ ഒരു യാഗപീഠം പണിയോ. യാഗപീഠം പണിയുക എന്ന് പറഞ്ഞാൽ രണ്ട് തലത്തിലുണ്ട് കേട്ടോ. യാഗപീഠം പണിയുന്നത് രണ്ട് തലത്തിലുണ്ട്. ഞാൻ തെളിവ് ഞാൻ വാക്യം പറയാതെ സംഗതി പറഞ്ഞു വേഗത്തിൽ പോകാം. ഗിദെയോന്റെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷനായി. പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട്, നീ മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കോ, അടയാളം എല്ലാം പറഞ്ഞു. ഗിദെയോൻ അന്ന് രാത്രി, അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ദൈവത്തിനൊരു യാഗപീഠം പണിതോ. ആ യാഗപീഠത്തിന്റെ പേരെന്തായിരുന്നെന്ന് അറിയാമോ? യഹോവ ഷാലോം. യഹോവ ഷാലോം എന്താ അർത്ഥമെന്നറിയാമോ? ഞാൻ ദൈവത്തെ അഭിമുഖമായി കണ്ടിട്ട് എനിക്ക് എന്തോ സംഭവിച്ചില്ല, മരണം സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് യഹോവ ഷാലോം എന്നൊരു യാഗപീഠം പണിതോ. ആ ദൈവത്തിന് വഴിപാടും കഴിച്ച് താൻ കയറിക്കിടന്നുറങ്ങി. പക്ഷെ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ദർശനത്തിൽ ഗിദെയോന്റെ അടുക്കൽ പറഞ്ഞു, ഗിദെയോൻ, യഹോവ ഷാലോം എന്നുള്ള യാഗപീഠം നീ പണിതോ, എല്ലാം ശരിയാണ്, പക്ഷെ ദൈവം നിന്നെ കൊണ്ട് വേറെ ഒരു യാഗപീഠം പണിയിക്കോ. ഗിദെയോൻ ചോദിച്ചു, എവിടെയാണ്, എങ്ങനെയാണ്? നിന്റെ വീട്ടിൽ നിന്റെ അപ്പനെ ഒരു കല്ല് അവിടെ വെച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ബാലിന്റെ ബലിപീഠം. അതിന്റെ അപ്പുറത്ത് ബാലിന്റെ ഒരു വൈഫ് ഇരിപ്പുണ്ട്, അശേര, തടി കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം. നീ എന്ത് ചെയ്യുമെന്നറിയാമോ? സ്തോത്ര, ആ അശേരയുടെ വിഗ്രഹത്തെ വെട്ടി ബാലിന്റെ ബലിപീഠത്തെ ഇടിച്ച് അതിന്റെ മുകളിൽ നീ എനിക്കൊരു യാഗപീഠം പണിയണോ. ഹോളി സ്പിരിറ്റ്. ദൈവം ഗിദെയോന്റെ അടുക്കൽ പറഞ്ഞു, ആമേ, ഞാൻ ചത്തില്ലല്ലോ എന്നും പറഞ്ഞൊരു യാഗപീഠമല്ല നീ പണിയാൻ പോകുന്നത്. പകരം അന്യാരാധന ശക്തികളെ, പൈശാചിക
മണ്ഡലങ്ങളെ, ബാലിന്റെ ബലിപീഠങ്ങളെ ഇടിച്ച് അശേരയുടെ പ്രതിഷ്ഠകളെ വെട്ടി നീ എനിക്കൊരു യാഗപീഠം പണിയാ. അപാചപം പ്രൗഢാർത്ഥന. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം ചിലരുടെ മേൽ ഒരു കൃപ പകരുകയാണ്. ബാലിന്റെ ബലിപീഠം ഇടിച്ച് അശേരയുടെ പ്രതിഷ്ഠകളെ വെട്ടി പൈശാചിക മണ്ഡലങ്ങളെ പൊളിച്ച് അന്യാരാധന ശക്തികളെ കീഴ്പ്പെടുത്തി അപചാരവം പ്രവർത്തേനിയ ലസ്മോ രഗതം പ്രവാചന ഐഡത കർമ്മേനിയ അർത്ഥേ ബജാരിയ. ഇന്ന് പക ഇതിനകത്തൊരു ദൈവകൃപ ചിലരുടെ മേൽ ദേശത്തിലെ അന്ധകാര ശക്തികളെ വെട്ടിപ്പണിയുന്ന ഒരു യാഗപീഠ, പൈശാചിക കുടിയിരുപ്പുകളെ വെട്ടിപ്പണിയുന്ന ഒരു യാഗപീഠ. നീ ബാലിനെ തകർക്കും, നീ അശേരയെ വെട്ടോ, നീ അതിന്റെ മീതെ ഒരു യാഗപീഠം പണിയോ. അതിനൊരു കൃപ നിന്റെ യാഗപീഠം പണിയുന്നിടത്ത് നിന്റെ ആരാധന ഉയരുന്നിടത്ത് ഒരു പൈശാചിക മണ്ഡലങ്ങളോ അരങ്ങു വാഴുകയില്ല. ഒരു ദുരാത്മസേനകളോ തുള്ളി കളിക്കത്തില്ല. ഇന്ന് പകൽ Sabala Rajanara Ajanara Barzenia Pravasia Proltania Akambaram Para Udamanara Bahartania Presh Nas Artani Akolia Pravaji Martenia Pravolia Karma Hasiara Ajana Barabia Ikaram Pravarteni Rabasholi Artebenagia Pray only a prabara baba baba Rabba baba baba Sataria Rabba baba baba Lakatala Bagara Bahartania Rabba Lagada Bartania Rama Mama Shartania Pravolia Raisa Pravaria ഒരു കൃപ നിന്റെ മേൽ റിലീസ് ആവുക. ചിലതിനെ പണിതെടുക്കുക. അശേരയെ വെട്ടി ബാലിനെ ഇടിച്ച് നീ ഒരു യാഗപീഠം പണിയാ. അസാധാരണമായത് ഒരു ആരാധനാ തല നിന്നിൽ കൂടെ ദേശത്ത് വെളിപ്പെടാ. ഓ റാബാശാല റാസധര Jesus 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 Larma Hartana Mahasia Husa Mahatana Bachia. രാവിലെ ഒരു 5 ദൈവകൃപയെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. പക്ഷെ രണ്ടാമത്തെ കൃപയിലെത്തിയതേ ഉള്ളൂ. അതിനകത്ത് ചില മറ്റു ഭാഗങ്ങൾ കൂടെയുണ്ട്. ഞാനതിനെ ഒന്ന് പറഞ്ഞു വിടാം. എന്നിട്ട് അടുത്തൊരു പോയിന്റിന് ജസ്റ്റ് ഒന്ന് കയറി പിടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. നീ യാഗപീഠം മാത്രമല്ല പണിയുന്നത്. രൂത്തിന്റെ പുസ്തകം 4:11 അവിടെ പറയുകയാണ്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പെങ്കൊച്ചിനെ ദൈവം ലേ പോലെ റാഹേലിനെ പോലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേലിന്റെ ഗ്രഹത്തെ പണിതത്. ഇന്ന് പകൽക്കാലം നിന്റെ മേലൊരു കൃപ വീഴുകയാ. യാഗപീഠം പണിയാൻ മാത്രമല്ല, ഒരു കുടുംബം പണിയാനുള്ള കൃപ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, ആഭിചാരം പൊളിച്ച നിന്റെ വീട്, മന്ത്രവാദം പൊളിച്ച നിന്റെ വീട്, ഏഷണിയും കെട്ടുകഥയും പൊളിച്ച നിന്റെ വീട്, 4:11 അകപ്രവാശിയ പൈശാചിക ശക്തികൾ പൊളിച്ചു കളഞ്ഞ നിന്റെ വീട് ഇന്ന് പകൽക്കാല റാബ പ്രവാശിയ പ്രവാർധാനി റീബ പ്രവാശിയ ധനാദിയ. നീ ചില വീടുകളെ പണിയോ, നീ ഒരു രാഷ്ട്രത്തെ പണിയോ, നീ ഒരു കുടുംബത്തെ പണിയോ. അഗരമന ഘടികം ജനാദര അർത്തിബ ജഗാദര അർത്ഥേന ഗഞ്ചര അബാശാർത്ഥാലിയ. ജീസസ് പിശാച് പൊളിച്ച നിന്റെ കുടുംബത്തെ, ആഭിചാരവും മന്ത്രവാദവും പാരമ്പര്യ ശാപങ്ങളും പൊളിച്ചു കളഞ്ഞ നിന്റെ കുടുംബത്തെ
നീ പണിയാൻ തുടങ്ങോ. നിന്റെ മക്കളുടെ കുടുംബത്തെ നീ പണിയോ. നിന്റെ ഗർഭത്തെ കെട്ടിയ പോരുകളെ നീ അഴിക്കോ. നിനക്ക് തലമുറകൾ ജനിക്കോ. നീ വീട് പണിയോ. നീ മക്കളെ ജനിപ്പിക്കോ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണാൻ കഴിയാതെ വണ്ണം തലമുറകൾ ജനിക്കുന്ന അളവ് നീ കുടുംബം പണിയോ. നീ നെഹമ്യാവിനെ പോലെ പട്ടണം പണിയോ. നീ സെരുബാബേലിനെ പോലെ ആലയം പണിയോ. നീ എസ്രായെ പോലെ ദൈവ ജനത്തെ പണിയോ. ദൈവം ഒരു അധികാരം നിന്റെ മേൽ തരികയാണ്. പൗലോസ് പിന്നെയും പറയുകയാണ്, പൊളിച്ച് കളവാനല്ല, പണിയുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അധികാരത്തെ കുറിച്ച് ഒന്ന് അധികം പ്രശംസിച്ചാലോ. ഇന്ന് പകൽ power and authority Salbara Haseria Kalbaria Rasalia Pravortania Akamana Sampravartani Agiliminia Kadalia Pravashi Marti Pravashia ഇന്നലകളിൽ എവിടെയൊക്കെ പിശാചിനെ പൊളിച്ചോ, പക്ഷെ പൊളിച്ച ഇടത്ത് പണിത് കയറി വരുന്ന ഒരു അഭിഷേക. പിശാച് പൊളിച്ച ഇടത്ത് പണിത് കയറി വരുന്ന ഒരു അഭിഷേകം. ചില യാഗപീഠങ്ങൾ പണിയപ്പെടോ, ചില ആലയങ്ങൾ പണിയപ്പെടോ, ചില സഭകൾ പണിയപ്പെടോ, ചില കുടുംബങ്ങൾ പണിയപ്പെടോ, ചില ജീവിതങ്ങൾ പണിയപ്പെടോ. തകർന്ന ചില ശുശ്രൂഷ, പൊളിച്ചു കളഞ്ഞ ശുശ്രൂഷ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പണിയുകയാണ്. ഞങ്ങൾ അഭിഷക്തന്മാർ ഇന്ന് പകൽ ഒരുമിച്ച് ഞങ്ങളുടെ മേൽ പകർന്ന കൃപ ഇതിനകത്ത് റിലീസ് ചെയ്യുകയാണ്. ഉടഞ്ഞുപോയ നിന്റെ ശുശ്രൂഷ ഇന്ന് പകൽ ദൈവം പണിയുകയാണ്. ഉടഞ്ഞുപോയ നിന്റെ കുടുംബം, ഉടഞ്ഞുപോയ നിന്റെ ഭാവി ഇതാ ദൈവം പണിയുന്നു. Salamara Janavara Alabara Gadara Manadara Janadara Artimanan Jabam Pravartani Arapravasha Pravardani Alkatalmania Karangadania Artimana Ajana Rakasia Pravaja Valtenia Pravolia Katime Rasia Marjana Vartani Vakalam Privajam Okaram Prevasham Vartini Valtanam Sambaram Privajam Praudia Atmadala Turanu Verima Pai Bhauma Andari ഇതിനകത്ത് ചേഞ്ച് ആകട്ടെ. ഇതിനകത്ത് അന്തരീക്ഷത്തെ ഞാൻ പരിശുദ്ധാത്മാവിൽ പിടിച്ചെടുക്കുന്നു. ഇതിനകത്ത് അന്തരീക്ഷത്തെ ഞാൻ പരിശുദ്ധാത്മാവിൽ പിടിച്ചെടുക്കുന്നു. The gates of grace, the door of grace is being opened here. ഇതാ കൃപയുടെ ഉറവ. കൃപ 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 കൃപ. അവൻ കൃപ കൃപ എന്ന ആർപ്പോടെ അതിന് ആണിക്കല്ല് കയറ്റ. കൃപ കൃപ എന്ന ആർപ്പോടെ നീ പണിയോ. ഇതാ പണിതെടുക്കുന്ന ഒരു കൃപ, പണിതെടുക്കുന്ന ഒരു കൃപ, പണിതെടുക്കുന്ന ഒരു കൃപ നിന്റെ മേൽ റിലീസ് ആകുന്നു. The fire touch. അഗ്നി അഗ്നി അഗ്നി. കൃപ 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 കൃപ. ഓ, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. ഇതാ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്നു. ഈ ഹോളിന്റെ പുറകു വശത്തിൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹിറ്റ് ചെയ്തു തുടങ്ങുന്നു. റാബാസി ബാരാസി 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 വല്ലാരി ബാരാസി ബട്ടാലം ബലക്കസിയാ പ്രവാദി അവ പ്രവാർദിയ. ഒരു സഭയുടെ കെട്ടുപാടിനപ്പുറം പരിശുദ്ധാത്മാവ് ഇന്ന് തുടങ്ങി ഇതിനകത്ത് ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു സഭയുടെ സാധാരണ അനുഭവത്തിനപ്പുറം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലത് ചെയ്തെടുക്കാൻ പോവുകയാണ്. Holy Spirit.